നമ്മുടെ ഇന്നത്തെ ധ്യാനം 94-ാം സങ്കീർത്തനം 18-ാം വാക്യം. 94-ാം സങ്കീർത്തനം 18-ാം വാക്യം. എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ, യഹോവേ, നിൻ്റെ ദയ എന്നെ താങ്ങി. എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ, യഹോവേ, നിൻ്റെ ദയ എന്നെ താങ്ങി. സങ്കീർത്തനക്കാരൻ്റെ ഒരു ജീവിതാനുഭവം ഇവിടെ പങ്കിടുകയാണ്. കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ, യഹോവേ, നിൻ്റെ ദയ എന്നെ താങ്ങി. ഇത് സങ്കീർത്തനക്കാരൻ്റെ ഒരു അനുഭവം മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതാനുഭവമാണ്. ഞാൻ താണുപോകും എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ വീണുപോകും എന്ന് പറഞ്ഞപ്പോൾ, എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ, എൻ്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു എന്ന് പറഞ്ഞപ്പോൾ, ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ താങ്ങി ഇന്നയോളം നടത്തി ആ ഒരു ജീവിതാനുഭവത്തിലൂടെയാണ് നാം മുന്നോട്ട് പോകുന്നത്. ഇനിയും അത്തരം ജീവിതാനുഭവങ്ങളിലൂടെ സർവശക്തനായ ദൈവം നടത്തും. ജീവിതയാത്രയിൽ ഈ ദൈവസ്നേഹം, ഈ ദൈവത്തിൻ്റെ ദയ ആഴമായി അനുഭവിക്കട്ടെ. ഇവിടെ തൻ്റെ ജീവിതത്തിലുണ്ടായ ആ ഒരു പ്രതിസന്ധി ദൈവത്തോട് ഉടൻ പറയുകയാണ്. ദൈവമേ, എൻ്റെ കാൽ വഴുതുന്നു, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് അടുത്ത ഒരു കാലടി വയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് ഉടൻ തന്നെ ദൈവത്തോട് പറയുകയാണ്. എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ, ദൈവം തമ്പുരാൻ തൻ്റെ ദയ താങ്ങി, തൻ്റെ സ്നേഹം കൊണ്ട്, തൻ്റെ കരുതൽ കൊണ്ട് താങ്ങി നടത്തുകയാണ്. നാം ഏത് ജീവിതാനുഭവങ്ങളുടെ മധ്യയാണ് ആയിരിക്കുന്നത്, ആ ജീവിതാനുഭവങ്ങൾ ദൈവത്തോട് പറയുക, ദൈവത്തോട് പറയുക. ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ സ്നേഹം നമ്മോട് കൂടെ ഉണ്ടാവും. നമ്മുടെ കാൽ വഴുതുവാൻ ദൈവം സമ്മതിക്കുകയില്ല. നിൻ്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കാൽ വഴുതിപ്പോകാൻ, വീണുപോകാൻ ദൈവം നമ്മെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതാനുഭവങ്ങൾ ദൈവത്തോട് പറഞ്ഞ് ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും ആഴമായിട്ട് അനുഭവിപ്പാൻ ഇനിയും ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഞങ്ങളെ കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സർവശക്തനായ ദൈവമേ, ഈ മനോഹരമായ പുതിയ ദിനത്തിനായി സ്തോത്രം. സമാധാനത്തോടെ കിടന്നുറങ്ങി നിർഭയം വസിക്കുമാറാക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം ഒരവസരം കൂടെ തന്നുവല്ലോ, നന്ദിയോടെ വാഴ്ത്തുന്നു. ഈ ദിനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകണമേ കർത്താവേ. ഇന്നത്തെ യാത്രകളിലൊക്കെയും ദൈവം കൂടെ ഇരിക്കണം. സഞ്ചരിക്കുന്ന എല്ലാ വാഹനങ്ങളെയും കർത്താവ് നിയന്ത്രിച്ച് മുൻപും പിൻപും കാവലായി ദൈവം തമ്പുരാൻ കൂടെ ഇരുന്ന് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആപത്തുകളൊന്നും കൂടാതെ ഞങ്ങളെ പരിപാലിക്കണമേ. ഇന്ന് ചെയ്യുന്ന അധ്വാനങ്ങളിലൊക്കെയും സർവശക്തനായ ദൈവം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളിലും ആവശ്യമായിരിക്കുന്ന എല്ലാ നന്മകളും കർത്താവ് നൽകണം. തലമുറകളെ ദൈവം തമ്പുരാൻ അനുഗ്രഹത്തോടെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് സൗഖ്യം നൽകണമേ കർത്താവേ. ചില പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളുടെ മധ്യേ ആയിരിക്കുന്നവരുണ്ട്. ആ വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ഇടപെടൽ അനുഭവിക്കുന്നതിന് ഓരോ പ്രിയപ്പെട്ടവരെയും അവിടെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില വേദനകളിലൂടെയും ചില പ്രയാസങ്ങളിലൂടെയും നൊമ്പരങ്ങളിലൂടെയും കടന്നു പോകുന്ന മക്കളുണ്ട്. താങ്ങാനാവാത്ത വേദനകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. സമാധാനം അനുഭവിക്കാൻ കഴിയാതെ മനസ്സുവല്ലാതെ ഭാരപ്പെട്ട് പതറിപ്പോകുന്ന ധാരാളം പേരുണ്ട്.
സർവശക്തനായ ദൈവം അവരെയും താങ്ങി നടത്തി അനുഗ്രഹിതമായി വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥനയോടെ ഈ ദിനം ആരംഭിക്കട്ടെ. കർത്താവ് ഞങ്ങളോട് കൂടെ ഇരിക്കണം. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.